ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 201 സ്കൂൾ സന്ദർശനം. ഭാഗം 201 സ്കൂൾ സന്ദർശനം ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ ശിവഗിരിയിലുള്ളപ്പോൾ കൂടെ ശിവഗിരി ഇംഗ്ലീഷ് സ്കൂൾ സന്ദർശിക്കുമായിരുന്നു. മിക്കപ്പോഴും രാവിലെയായിരുന്നു ആ ദിവ്യ സന്ദർശനം. നടന്നാണ് പലപ്പോഴും സ്കൂളിലെത്താറുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അന്തേവാസി കുട പിടിച്ചു കൊടുക്കുമായിരുന്നു. മറ്റൊരാൾ ഒരു കുട്ടയും ചുമന്ന് അനുഗമിക്കുകയും ചെയ്യുമായിരുന്നു. സ്കൂളിലെത്തിയാൽ ഗുരുദേവൻ സ്കൂളിൻ്റെ വരാന്തയിൽ ഇട്ടിട്ടുള്ള ഒരു കസേരയിൽ കുറച്ചു നേരം ഇരിക്കുക പതിവാണ്. അപ്പോൾ അധ്യാപകർ വന്ന് വണങ്ങി ചുറ്റിലുമായി നിൽക്കുമായിരുന്നു. കുട്ടികളുടെ പഠനകാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗുരുദേവൻ അവരോട് അന്വേഷിക്കും. ആ വേളയിൽ കുട്ടികൾ ഗുരുദേവൻ്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കുവാൻ ചില അധ്യാപകർ ബോധപൂർവം ശ്രമിക്കുമായിരുന്നു. അതിന് പ്രധാന കാരണം അധ്യാപകർ കുട്ടികളെ തല്ലുന്ന കാര്യം ഗുരുവിനോട് കുട്ടികൾ പറയാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു. കുട്ടികളെ തല്ലുന്നത് ഗുരുദേവന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. സ്കൂളിൽ പ്രഭാത പ്രാർത്ഥനയായി അന്ന് എല്ലാ കുട്ടികളും ചൊല്ലിയിരുന്നത് ഗുരുദേവൻ്റെ ദൈവദശകമായിരുന്നു. അത് വളരെ സന്തോഷത്തോടെ ഗുരുദേവൻ കേട്ടിരിക്കുമായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് പോയി കഴിയുമ്പോൾ ഗുരുദേവൻ പതുക്കെ എഴുന്നേറ്റ് ഓരോ ക്ലാസ് മുറിയിലേക്കും പോകുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം അച്ചടക്കത്തോടെ വരിവരിയായി ചെന്ന് തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുമായിരുന്നു. ആ നേരത്ത് ശിവഗിരിയിൽ നിന്നും കുട്ടയിലാക്കി കൊണ്ടുവന്നിട്ടുള്ള പഴം, മുന്തിരിങ്ങ, കൽക്കണ്ടം തുടങ്ങിയവ എടുത്ത് ഗുരുദേവൻ കുട്ടികൾക്കെല്ലാം കൊടുക്കുമായിരുന്നു. അതിനാൽ ഗുരുദേവൻ സ്കൂളിലെത്തുന്ന ദിവസം കുട്ടികൾക്കെല്ലാം വലിയ ആഘോഷം പോലെയായിരുന്നു. പിന്നീട് സ്കൂളിൻ്റെ കെട്ടിടവും പറമ്പും അവിടെയുള്ള ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ചുറ്റി നടന്ന് നോക്കിയ ശേഷമേ ഗുരുദേവൻ ശിവഗിരിയിലേക്ക് മടങ്ങുമായിരുന്നുള്ളൂ. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവ, തവ തിരുപാദം ശരണം തേടും നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 201 സ്കൂൾ സന്ദർശനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.